കട്ടപ്പന നഗരസഭയിലെ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനുവരി 13 നടക്കും. കട്ടപ്പന നഗരസഭയിലെ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് പൂർത്തിയായത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കുള്ള അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനുവരി 13 നടക്കും. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ തന്നെയായിരിക്കും. ബാക്കിയുള്ള 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കും UDFന് ഭൂരിപക്ഷം കിട്ടുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. കട്ടപ്പന നഗരസഭയിലെ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായി. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ തന്നെ ആണ് എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഉള്ള ആളുകളെ കുറച്ച് പേരെ തിരഞ്ഞെടുക്കുകയും ബാക്കിയുള്ളവരെ മറ്റ് കമ്മിറ്റികളിൽ വരാത്തവരെ നോമിനേറ്റ് ചെയ്തും കൂടിയാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എണ്ണം നികത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും UDFന് ഭൂരിപക്ഷം ഉണ്ടാവത്തക്ക നിലയിലാണ് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർമാന്മാരും UDFന്റെ അംഗങ്ങളായിരിക്കും. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് അഡ്വക്കേറ്റ് KJ ബെന്നി, സിബി പാറപ്പായി, സതി അജി, VR സജി, രമേശ് PR എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് സോണിയ JB, സന്തോഷ് ഓലിനാൽ, സിജി അജേഷ്, ടിജി M രാജു, ബീന സിബി, ജൂലി റോയ് എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തോമസ് മൈക്കിൾ, ബീന ടോമി, KT ജയൻ, ലിസിമോൾ തോമസ്, ഷാജി കുത്തോടി, CR മുള്ളി എന്നിവരും, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് രഞ്ജിനി സജീവ്, മനോജ് മുരളി, ബിൻസി ഷിനോജ്, സോഫി ബേബി, സുനിജ ശശീന്ദ്രൻ തുടങ്ങിയവരും, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് സജിമോൾ ഷാജി, ജെസി ബെന്നി, ഷൈനി റോയ്, ബേബി കുര്യൻ, അതുല്യ ഗോപേഷ് എന്നിവരെയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വരണാധികാരി ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥന്റെ നേതൃത്വത്തിലായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനുവരി 13 നടക്കും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.